എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഗുജറാത്തിലാണ് ഉള്ളത്, അഹമ്മദാബാദിൽ. അവിടെ ഒരു സ്റ്റെപ്പുണ്ട്, അദലജ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അത് 15-16 നൂറ്റാണ്ടുകളിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട്. ഓൺലൈനാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. 20 രൂപയാണ് ഒരാൾക്ക്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ കയറുകയാണ് സ്റ്റെപ്പുകളിലാണ്. സ്റ്റെപ്പുകളിനെ കുറിച്ചൊക്കെ ഒരു ചെറിയ വിവരണം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ കാണുന്ന സ്റ്റെപ്പുകളുടെ സ്ഥലം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഓരോന്നൊക്കെ കണ്ട് താഴത്തേക്ക് ഇറങ്ങാം. 5 നിലകളുണ്ട്, 5 ലെവലാണ് സ്റ്റെപ്പുകളിൽ. 1499 രാധാബായി എന്ന് പറയുന്ന ഒരു രാജ്ഞി ഉണ്ടാക്കിയതാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന അദലജ് എന്ന് പറയുന്ന ഈ സ്ഥലം അന്ന് വലിയൊരു നഗരമായിരുന്നിരിക്കണം. നമുക്ക് കാഴ്ചകളിലേക്ക് പോവാം. നമ്മൾ ആദ്യത്തെ ലെവലിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങുവാണ് പതിയെ സ്റ്റെപ്പ്. ഇവിടെ ഈ കല്ലിലൊക്കെ കൊത്തി വെച്ചേക്കണതേ, ഈ 15-ാം നൂറ്റാണ്ടിൽ കൊത്തിയേക്കണത് നിങ്ങളൊന്ന് വെറുതെ ഒന്ന് കണ്ടു നോക്കിയേ. ഇന്നത്തെ മോഡേൺ ടെക്നോളജിയിൽ ഇതുപോലെ കൊത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. അത്ര മനോഹരമാണത്. ഇത് നോക്കി കണ്ട ഇവിടെ ഈ മാർബിളിൽ അന്നത്തെ കല്ലിൽ കൊത്തി വെച്ചേക്കണ കണ്ടത്. എൻ്റെ പൊന്നെ, അന്ന് എനിക്ക് തോന്നുന്നു CNG കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നിരിക്കണം ചിലപ്പോൾ. ഇത് ഒരു ഫ്ലോറാണ് കേട്ടോ. താഴെ ഒരു ലെവൽ നമ്മൾ ഇറങ്ങി ഇനി അടുത്ത ലെവലിലേക്ക് പോവാണ്. ഓരോ ഫ്ലോറിലും ഇതുപോലെ കുറേ പ്ലാറ്റ്ഫോമുകളും എന്നുവെച്ചാൽ ഒരു എന്താ പറയുക തൂണുകളും അതൊക്കെ ആയിട്ട് ഇനി അടുത്ത ലെവലിലേക്ക് നമ്മൾ പോകണം. നമ്മൾ 2ാമത്തെ ലെവലിലെത്തി. ഞാൻ പറഞ്ഞില്ലേ, ഈ കല്ലിൽ കൊത്തി വെച്ചേക്കണ കൊത്തല്ലേ ഇത് കണ്ടോ? നിങ്ങൾ കണ്ടോ നോക്കി. അതൊക്കെ നമ്മൾ 1, 2, 3 ഇപ്പോൾ അടുത്ത ലെവലിലേക്ക് പോവാണ്. അതായത് കണ്ടതെ ഇവിടെ ചെറിയതായിട്ട് ഡാമേജ് പറ്റിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഗുജറാത്തിൽ വരുന്നവർ എന്തായാലും ഇതൊന്നും ഒന്ന് കാണണം കേട്ടോ, ഉറപ്പായിട്ടും. ഒരു ഭയങ്കര കൺസ്ട്രക്ഷനാണ്. അന്നത്തെ കാലത്ത് ഈ മണ്ണൊക്കെ കുഴിച്ച് എങ്ങനെ ഇത് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ അറിയില്ല, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്താണെന്നേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ അതിൻ്റെ ഏറ്റവും താഴത്തെത്തി. ഇതാ നോക്കിയേ, ഇനി ഒരു ലെവലും കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ കിണർ കാണാം. ഇവിടെ നോക്കിയാൽ കിണർ കാണാം നമുക്ക്. ഇതാണ് കിണർ. അതിൻ്റെ ചുറ്റും ഇവിടുന്ന് മുകളിലേക്കുള്ള കാഴ്ചകൾ, ചുറ്റുമുള്ള കാഴ്ചകൾ. അപ്പോൾ അദലജ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഈ ഒരു സ്റ്റെപ്പിൽ കാണാൻ നിങ്ങൾ എന്തായാലും വരിക. അത്ര മനോഹരമായൊരു കാഴ്ചയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മ്യൂസിക് ടൂർ വിത്ത് ശ്രീകാന്ത്.